ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മാന്തൽ കിട്ടിയിട്ടുണ്ട്. 1 കിലോ എന്ന് പറയുമ്പോൾ 4 വലിയ മാന്തലാണെന്ന് തോന്നുന്നു, ചെറുത്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ മാന്തൽ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ഏറെ അരിഞ്ഞു. അമ്മ പറഞ്ഞു ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചു. കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചു. ചട്ടി വെച്ചു, ചൂടായി, എണ്ണ ഒഴിച്ചു. ആക്ച്വലി മുളക് കറി വയ്ക്കുന്നത്, അതായത് ഏത് മീൻ കറിയും മുളക് കറി വയ്ക്കുന്നത് എൻ്റെ ആ റെസിപ്പീസ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, ഞാൻ ഒരുപാട് മുളകിട്ട കറികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് മാന്തലായതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് ഇട്ടത്. നല്ലതായിട്ട് ചെറിയ ഉള്ളി ഇട്ട് ആദ്യം നല്ലതായിട്ട് മൂക്കുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇടണം. നല്ലതായിട്ട് മൂക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം അങ്ങോട്ട് പരിയുടെ ഇഞ്ചി കുറച്ചേറെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ഫ്ലേവർ വരുമെന്നാണ് അമ്മ പറഞ്ഞത്. വിളിച്ച് ചോദിച്ചിട്ട് ചെയ്തതാണ്. അപ്പം നോക്കിക്കോ, നല്ലതായിട്ട് വെളിച്ചെണ്ണയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ ഇല്ലായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവറാണ്, ഗോൾഡ് വിന്നർ. അപ്പോൾ നല്ലതായിട്ട് ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് മസാല ചേർക്കാം. പുളി ഞാൻ 4-5 അല്ലി വലിയ പുളി കുതിർത്ത്, തോട്ടുപുളി, അതായത് മീൻ കറിയിലിടുന്ന പുളി കുതിർത്ത് കഴുകി വൃത്തിയാക്കി ഞുള്ളിക്കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് ഫ്രൈഡായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബൊക്കെ മെയിനാണ് യൂട്യൂബിൽ. ഞാനിടുന്ന എല്ലാ ചെറിയ പെട്ടെന്ന് റെഡിയാക്കുന്നത്. ഇതിപ്പോൾ സൺഡേയിലായതുകൊണ്ട് കുറച്ച് നേരം എടുക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കാൻ നമ്മൾ മുളക് പൊടി 2 വലിയ സ്പൂണിന് 2 സ്പൂണ് മുളക് പൊടി. നമുക്ക് എരി എത്ര വേണോ അത്രയും, ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് മുളകും മല്ലിയും ചേർക്കണം. കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കുറച്ച് സാധനങ്ങൾ ചേർത്താൽ മതി. ഇത് നോക്കിക്കുക. അപ്പം അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഇട്ടു. അതായത് 2 വലിയ സ്പൂൺ ഇട്ടപ്പം നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ 1/2 സ്പൂൺ ഉലുവപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങളിട്ട് നല്ലതായിട്ട് ഫ്രൈഡ് ആകുന്നവരെ ഇളക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു പോയിരുന്നു. അത് ചേർത്ത് നല്ലതായിട്ട് ഒന്നുകൂടെ ഈ പച്ചമണം മാറുന്ന വരെ ഇളക്കുക. എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കഴുകി കീറി വെച്ചിരുന്ന പുളി ചേർക്കാം. കണ്ടോ, ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ നമ്മൾ ആ പുളി ഇട്ട വെള്ളവും കൂടെ ഞങ്ങൾ വീട്ടിലും നാട്ടി വെച്ചും അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഇളക്കി, ഇനി ഈ ഇളക്കുന്നത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. പച്ചവെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ തിളപ്പിച്ചാറിച്ച വെള്ളവും ചേർക്കാറുണ്ട്. അത് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട്, ഇത്തവണത്തെ കറിവേപ്പില കണ്ടോ, വലിയ കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ലതായിട്ട് പതുക്കെ ഇളക്കി. ഈ കറി തിളച്ച് വന്നപ്പോഴാണ് ഞാൻ നമ്മുടെ മീനിട്ടത്. അതായത് 2-3 തിള തിളപ്പിച്ചുള്ളൂ. കാരണം മാന്തലാകുമ്പോൾ നമ്മൾ പൊടിഞ്ഞിളകി പോകും. അത് മാംസത്തിൻ്റെ കട്ടി കുറവും